ലോകത്തിന്റെ നേതാവ് ശഫീഉനാ റസൂലുള്ളാഹി ദാത്തുർ റഖാ യുദ്ധത്തിൽ വെച്ച് ശ്രദ്ധിക്കണേ, ലോകത്തിന്റെ നേതാവ് ക്ഷീണം വന്ന ഒരു മരത്തിന്റെ ചുവടിലിരിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ ക്ഷീണം വന്നിട്ട് ഒരു മരത്തിന്റെ ചുവട്ടിലിരിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ വാള് ഒരു മരത്തിനതാ അള്ളാഹുവിന്റെ റസൂൽ അവിടെ വെച്ചിട്ടുണ്ട്, തൂക്കിയിട്ടിട്ടുണ്ട്. അള്ളാഹിന്റെ റസൂലിന് ക്ഷീണം വന്നു, ലോകത്തിന്റെ നേതാവിന്റെ കണ്ണടഞ്ഞു പോയി. ഒന്നുമല്ലേ ഹബീബായ റസൂൽ ഉറങ്ങിപ്പോയപ്പോഴാണ് എന്റെ പ്രിയപ്പെട്ടവരെ ശത്രു കടന്നു വന്നത്. ശത്രു കടന്നു വന്നിട്ട് അള്ളാഹിന്റെ റസൂലിന്റെ വാളെടുക്കുകയാണ്, ലോകത്തിന്റെ നേതാവിന്റെ വാളെടുക്കുകയാണ്. വാളെന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ, അന്ന് അറബികളും അതുപോലെ തന്നെ ശത്രുക്കളും ആരുടെയും കയ്യിൽ വാളുണ്ടാകും. അതൊരു സംരക്ഷണത്തിന് വേണ്ടി പിടിച്ചതാണ്. ഇതുപോലെ പോലീസുകാരുടെ കയ്യിൽ തോക്കുണ്ടായത് കൊണ്ട് അവരാരും തീവ്രവാദി എന്ന് പറയാറില്ല. പട്ടാളക്കാരന്റെ കയ്യിൽ തോക്കുള്ളത് കൊണ്ട് അവരെ ആരും തീവ്രവാദി എന്ന് പറയാറില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട അറബികളുടെ ശൈലിയാണ് വാള് പിടിക്കുക എന്നുള്ളത്. അതവരുടെ സംസ്കാരമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ വാള് ഒരാള് വന്നിട്ട് മോഷ്ടിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങളെ വാള് കയ്യിലെടുക്കുകയാണ്. എന്നിട്ട് അള്ളാഹുവിനോട്, അള്ളാന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, ലോകത്തിന്റെ നേതാവിനോട് ചോദിക്കുകയാണ്, അള്ളാന്റെ റസൂലിനെ ഭയപ്പെടുത്തുകയാണ്. എന്നിട്ട് ചോദിച്ചു, ഫമയ്യംനഉക മിന്നി, എന്നിൽ നിന്ന് നിന്നെ ആരാണ് രക്ഷപ്പെടുത്തുന്നത്? വാള് കയ്യിലേന്തിയിട്ട് ഹബീബായ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് ശത്രു ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? ഫമയ്യംനഉക മിന്നി, എന്നിൽ നിന്ന് നിന്നെ ആരാ രക്ഷപ്പെടുത്തുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടില്ല, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടില്ല. ലോകത്തിന്റെ നേതാവ് പറഞ്ഞത് എന്തെന്നറിയോ? സ്വന്തം വാള് കയ്യിലെടുത്തുകൊണ്ട്, ഹബീബിന്റെ വാള് കയ്യിലെടുത്തുകൊണ്ട് ശത്രു പറയുകയാണ്, നിന്നെ ആരാണ് രക്ഷപ്പെടുത്തുന്നത്? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് ശത്രുവിനോട് പറഞ്ഞത് എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്നെ രക്ഷപ്പെടുത്തുന്നത് അല്ലാഹുവാണ്. ആ സമയത്ത് ശത്രു പേടിച്ചു പോവുകയാണ്. ശത്രുവിന്റെ കയ്യിൽ നിന്ന് വാള് താഴെ വീഴുകയാണ്. അല്ലാഹുവിന്റെ റസൂല് വാളെടുക്കുകയാണ്. എന്നിട്ട് ശത്രുവിനോട് ചോദിച്ചു, മയ്യംനൗക മിന്നി, എന്നിൽ നിന്ന് നിന്നെ ആരാണ് രക്ഷപ്പെടുത്തുന്നത്? ശത്രു പറഞ്ഞത്, കാരുണ്യത്തിന്റെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കാരുണ്യം ഞാൻ പ്രതീക്ഷിക്കുന്നു. വലം യുആഖിബുഹു, അയാളെ റസൂൽ ശിക്ഷിക്കുകയുണ്ടായില്ല. ഈ ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്യരുത്. ഈ ഹദീസിൽ കാണുന്നത് വലം യുആഖിബുഹു, റസൂലുള്ളാഹി തങ്ങൾ അയാളെ ശിക്ഷിച്ചിട്ടില്ല. റസൂൽ വാളോങ്ങിയിട്ട് അയാളെ കഴുത്തിൽ വെച്ചിട്ടില്ല. വാളെടുത്തുകൊണ്ട് അയാളെ കൊല്ലെന്ന് പറഞ്ഞിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, തീവ്രവാദത്തിന് മൂർച്ച കൂട്ടാൻ വേണ്ടി ഹദീസുകളെ ദുരുപയോഗം ചെയ്യല്ലേ. ഈ ഹദീസിൽ കാണാൻ കഴിയുന്നത് വലം യുആഖിബുഹു, അയാളെ റസൂൽ ശിക്ഷിച്ചിട്ടില്ല. വജലസ, എന്നിട്ട് റസൂൽ ഇരിക്കുകയും ചെയ്തു. വേറെ ഒരു ഹദീസിൽ കാണാൻ കഴിയുന്നു, അങ്ങനെ ആ മനുഷ്യനെ റസൂലുള്ളാഹി തങ്ങളൊന്നും ചെയ്തിട്ടില്ല. അയാളെ വീട്ടിലേക്ക് പോവുകയാണ്. അയാളുടെ അന്യായികളുടെ കേക്കിലേക്ക് പോവുകയാണ്. ഫഅതാ സ്വഹാബഹു ഫഖാല ജഅതുകും മിൻ ഇൻദി ഖൈരിൻ നാസ്. വാളെടുത്തിട്ട് അയാളെ കഴുത്തിൽ വെച്ച് എന്ന് അർത്ഥം വെച്ചാല് ഈ മനുഷ്യൻ പോയിട്ട് തന്റെ അന്യായികളോട് എന്താ പറയാ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തീവ്രവാദിയാണ് എന്നല്ല പറയാ. മനുഷ്യന്മാരുടെ വികാരം അളക്കാൻ വേണ്ടി എന്തൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഹദീസ് ശരിക്കും നോക്കാതെ പറയരുത്. വലം യുആഖിബുഹു, ഒരു ഹദീസിൽ റസൂൽ ശിക്ഷിച്ചിട്ടില്ല. പിന്നെയോ മറ്റൊരു ഹദീസിൽ, ഇതേ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ പ്രിയപ്പെട്ടവർ, ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ അന്യായികളുടെ അടുക്കലേക്ക് പോയിട്ട് പറഞ്ഞു, ജനങ്ങളിൽ വെച്ച് നല്ല മനുഷ്യന്റെ അടുക്കുന്ന ഞാൻ വരുന്നത്. ഇതാണ് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറയൂ, നബി മുഹമ്മദ് മുസ്തഫ. എത്രയൊരു സമ്പൂർണമായ, സമ്പുഷ്ടമായ,
ഉത്തമമായ ഉദാത്തമായ ഉത്കൃഷ്ടമായ സ്വഭാവത്തിന്റെ നിറകുടമായ ലോക മുസൽമാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയാസം കടന്നു വന്നപ്പോ അള്ളാഹുവിനോട് വിളിച്ചു, പടച്ചവനോട് പറഞ്ഞു, അള്ളാഹുവിനെ ഓർത്തു. അതുകൊണ്ടല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ, ഗുഹയിൽ വെച്ചുകൊണ്ട് ശത്രുവിനെ കണ്ടപ്പോ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് പ്രയാസം കടന്നു വന്നില്ലേ? ശത്രു നമ്മളെ കാണുമോ? ശത്രു നമ്മളെ ആക്രമിക്കുമോ? ഈ ഗുഹയിലേക്ക് എത്തുമോ? ആ സമയത്ത് ലോകത്തിന്റെ നേതാവ് പറഞ്ഞു കൊടുത്തിട്ടില്ല, എന്തിന് വിഷമിക്കുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, എന്തിനാണ് വിഷമിക്കുന്നത്? ലാ തഹ്സൻ, വിഷമിക്കല്ലേ, ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മുടെ കൂടെയുണ്ടല്ലോ, പടച്ചവൻ നമ്മുടെ കൂടെയുണ്ടല്ലോ. ആ ചിന്തയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളിലേക്ക് കടന്നു വരേണ്ടത്. അതാണ് ലോകത്തിന്റെ നേതാവ്, ഏറ്റവും നല്ല മോട്ടിവേഷനായ ലോകത്തിന്റെ നേതാവാണ്, ഏറ്റവും നല്ല ക്ലാസ് എടുത്തു തരുന്ന റസൂലാണ്. ഏത് പ്രയാസപ്പെടുന്നവന്റെയും മനസ്സിന്റെ അകത്ത് സന്തോഷത്തിന്റെ വൈനവ്യമായ പുതിച്ചാല് കീറുന്ന ഹബീബാൻ ആ റസൂലുള്ളാഹി തങ്ങളാണ് പഠിപ്പിച്ചു തന്നത്. ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ്ക തവക്കുലിഹി, നിങ്ങൾ അല്ലാഹുവിനെ ബരമേൽപ്പിക്കേണ്ടതുപോലെ ബരമേൽപ്പിക്കണേ. ആ ബരമേൽപ്പിക്കേണ്ട മുറ പോലെ അല്ലാഹുവിനെ നിങ്ങൾ ബരമേൽപ്പിക്കണേ. എത്ര നല്ലൊരു എക്സാമ്പിളാണ്, എത്ര നല്ലൊരു ഉദാഹരണമാണ് 14 മുമ്പ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. ലറസഖകും കമാ യർസുഖു തൈറു തഊദു ഖിമാസൻ വതറൂഹു ബിതാനാ. പറവകൾ രാവിലെ വിശന്ന് വയറൊട്ടിയതുമായിട്ട് പുറപ്പെടുകയാണ്. പറവകളെ കാണുന്നില്ലേ? പക്ഷികളെ കാണുന്നില്ലേ? രാവിലെ അതിനറിയില്ല എന്റെ ഭക്ഷണം എവിടെയാണുള്ളത്, എന്റെ ഉപജീവനം എവിടെയാണുള്ളതെന്നും അറിയാതെ രാവിലെ കൂട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പക്ഷി, ആ പക്ഷിക്കറിയില്ല എവിടെയാണ് എന്റെ അന്നമുള്ളതെന്ന്. വൈകുന്നേരം അതിന്റെ കൂട്ടിലേക്ക് എത്തുമ്പോഴേക്ക് പള്ള നിറച്ച നിലയിലാണ് വരുന്നത്. ലറസഖകും കമാ യർസുഖു തൈറു തഊദു ഖിമാസൻ വതറൂഹു ബിതാനാ. രാവിലെ പറവകൾ വിശന്ന വയറുമായിട്ട്, ഒട്ടിയ വയറുമായിട്ട് പുറപ്പെട്ട് വൈകുന്നേരമാകുമ്പോൾ നിറഞ്ഞ വയറുമായി മടങ്ങിയെത്തുകയാണ്. എന്നതുപോലെയാകണം രാവിലെ നീ വീട്ടിൽ നിന്നിറങ്ങുമ്പോ നിന്റെ കയ്യിൽ ഒരു നയാ പൈസ പോലും ഉണ്ടാകില്ല. രാവിലെ പോകുമ്പോ നീ ചിന്തിക്കും, പടച്ചോനെ എന്റെ കടം ഞാൻ എങ്ങനെയാണ് വീട്ടേണ്ടത്? രാവിലെ പോകുമ്പോ നീ ചിന്തിക്കും, എന്റെ ഈ പ്രശ്നം എങ്ങനെയാണ് തീർക്കാൻ കഴിയുന്നത്? ആ സമയത്ത് നീ ഒന്ന് ചെയ്യണേ, തവക്കൽതു അലല്ലാഹ്. എല്ലാ സമയത്തും ഊണിലും ഉറക്കിലും ഉണർവിലും ഇരുത്തത്തിലും നൃത്തത്തിലും കിടത്തത്തിലും ചർച്ചയിലും പള്ളിയിലും എല്ലായിടത്തും എന്നെ സംരക്ഷിക്കുന്ന പരിപാലകനായ സർവേശ്വരനായ സർവജ്ഞനായ സർവാധിപതിയായ എൻ്റെ അല്ലാഹ്, എൻ്റെ പടച്ചവൻ തമ്പുരാനുണ്ടെന്ന ചിന്ത കടന്നു വരണേ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ അബുൽ ഖാസിമുൽ ഹകീം റളിയല്ലാഹു അൻഹു പറയാണ്, മൻ ഖാഫ ശൈഅൻ ഹറബ മിൻഹു. ഒരാളെ പേടിച്ചു കഴിഞ്ഞാൽ, വമൻ ഖാഫ ശൈഅൻ, ഒരു പോലീസിനോട് പേടി വന്നാൽ, ഒരു മന്ത്രിയോട് പേടി വന്നാൽ, ഒരു നാട്ടിലെ ഗുണ്ടയോട് പേടി വന്നാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തീവ്രവാദിയോട് പേടി വന്നാൽ, ഹറബ മിൻഹു, അവനിൽ നിന്ന് ഓടി ഒളിക്കുകയാണ്. അല്ലേ? നമുക്ക് ഒരാളോട് പേടി വന്നു കഴിഞ്ഞാൽ അവരെ മുമ്പിൽ നമ്മൾ നിൽക്കൂല, അല്ലേ? പേടിച്ചിട്ട് വീട്ടിന്റെ അകത്ത് ഇല്ലേ? നമുക്ക് നമ്മുടെ മഹല്ലിൽ ഒരാളെ വല്ലാതെ പേടിയാണ്, അയാൾ എന്നെ ശിക്ഷിക്കുമോ എന്ന പേടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ അയാളെ മുമ്പിൽ നിൽക്കൂല. കടം കൊടുത്തിട്ടുണ്ട്, ആ കടം കൊടുത്തതിന്റെ അവധിയെത്തി, ആ മനുഷ്യനെ നമ്മൾ പേടിച്ചിട്ട് അയാളെ മുമ്പിൽ നമ്മൾ നിൽക്കൂല. അയാളോട് നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അയാൾ നിനക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞു, നിന്നെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അയാളെ മുമ്പിൽ നിൽക്കാൻ നമുക്ക് കഴിയില്ല, പേടിയാണ്. അതാണ് സ്വാഭാവികം. മൻ ഖാഫ ശൈഅൻ ഹറബ മിൻഹു, ഒരാളെ പേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചിട്ട് ഓടുകയാണ്. എങ്കിലോ കേൾക്കണേ മുഅ്മിനെ, വമൻ ഖാഫ അല്ലാഹ്, ഒരുത്തനെ അല്ലാഹനെ പേടിച്ചാൽ, പടച്ചോനോട് ഒരാൾക്ക് പേടി വന്നു കഴിഞ്ഞാൽ,
ഹറബ ഇലൈഹി, അവൻ പേടിച്ചിട്ട് അല്ലാഹുവിലേക്ക് ഓടുകയാണ്. അല്ലാഹുവേ പടച്ചോനെ, എന്റെ നിസ്കാരം, എന്റെ നോമ്പ് അത് നീ സ്വീകരിച്ചിട്ടുണ്ടോ അല്ലാ? നാളെ ഞാൻ പോയിട്ട് കിടക്കുന്ന ഖബറ്, ആ ഖബറിൽ എന്നിലേക്ക് വേണ്ടിട്ട് എന്നെ തിന്നാൻ പുഴുക്കൾ വരികയാണ്. എന്റെ കണ്ണുകൾ തിന്നുകയാണ്, എന്റെ ചുണ്ടുകൾ തിന്നുകയാണ്, എന്റെ ശരീരം പൊട്ടിയൊലിക്കുകയാണ്. ആ ഖബറിൽ ഞാൻ ഒറ്റക്കാണ് കിടക്കേണ്ടത്. അത് ഇരുളിന്റെ ലോകമായിരിക്കുമല്ലോ. അവിടെ എന്റെ മക്കള് വരില്ല, അവിടെ എന്റെ ഭാര്യ വരില്ല, എന്റെ ഫ്രണ്ട്സുകൾ വരില്ല. ഫേസ്ബുക്കിൽ എനിക്ക് 5000-ഓളം ഫ്രണ്ട്സുകളുണ്ട്. ഒരു ഫ്രണ്ട്സും വരില്ല, ഒരു കാമുകിയും വരില്ല, ഒരു കാമുകനും വരില്ല, ഒരു ചാറ്റ് ചെയ്തവനും വരില്ല, ഒരു തേച്ചൊട്ടിച്ചവനും വരില്ല, ഒരു തേപ്പുകാരനും വരില്ല, ഒരാളും വരില്ല. എന്റെ പ്രിയപ്പെട്ട പ്രാണേശ്വരിയായ എന്റെ ഭാര്യ വരില്ല. ഞാനില്ലാതെ ഒരു ദിവസം വീട്ടിൽ എന്റെ ഭാര്യക്ക് നിൽക്കാൻ പറ്റൂല. അതുപോലെ തന്നെ ഭർത്താവിന് ഭാര്യയില്ലാതെ നിൽക്കാൻ പറ്റൂല. അങ്ങനെ നിന്റെ വിശാലമായ കൊട്ടാരത്തിൽ നിന്ന് ഖബറിലേക്ക് നിന്നെ കൊണ്ടുപോകുന്ന ഒരു രംഗമുണ്ടല്ലോ, ആ ഖബറിൽ നിന്നെ കിടത്തുന്ന ഒരു രംഗമുണ്ടല്ലോ, ഒരാളും വരില്ല. അതേ വീട്ടിന്റെ അകത്ത് നെഞ്ചു പൊട്ടിക്കരഞ്ഞ ഭാര്യ നിന്റെ ഖബർസ്ഥാനിലേക്ക് വരുന്നില്ല. അവർ വീട്ടിന്റെ വാതിൽ പടിവരെ മാത്രമേ അവളെ കാണുകയുള്ളൂ. അതേ നിന്റെ വീട്ടിന്റെ കാർപോർച്ചിൽ വലിയ ബ്രാൻഡ് വാഹനമുണ്ട്, പക്ഷേ അതിലൊന്നും നിന്നെ കയറ്റുന്നില്ല, ആരും അത് നോക്കുന്നില്ല. നിന്നെ കൊണ്ടുപോകാൻ കൊണ്ടുവന്ന പള്ളിയില് അതേ മയ്യത്തും കെട്ടിലുണ്ടല്ലോ. എത്രയോ പണക്കാര് കിടന്ന കെട്ടിലാണ്, എത്രയോ പാവപ്പെട്ടവര് കിടന്ന കെട്ടിലാണ്, എത്രയോ തൊഴിലാളി കിടന്ന കെട്ടിലാണ്, എത്രയോ മുതലാളി കിടന്ന കെട്ടിലാണ്, എത്രയോ പലിശക്കാര്, എത്രയോ മദ്യപാനി, എത്രയോ തമ്മാടി, എത്രയോ വ്യഭിചരിച്ചവന് കടന്ന മയ്യത്തും കട്ടിലാണ്. ഇവിടത്തെ സ്വാലിഹായ മനുഷ്യനെയും കിടത്തുന്നത് പള്ളിയിൽ ഒരേ ഒരു മയ്യത്തും കെട്ടിലാണ്, ഒരേ ഒരു ഖബർസ്ഥാനാണ്, ഒരേ ഒരു ആളുകളാണ് ഖബർ കുഴിക്കുന്നത്, ഒരേ ഒരു മണ്ണാണ്, ഒരേ ഒരു കുഴിയാണ്, ഒരേ ഒരു അളവാണ്. ആ ഖബറിൽ കിടക്കണമല്ലോ അല്ലാ എന്ന ചിന്ത ഒരാളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ, പടച്ചോനെ കുറിച്ചുള്ള ചിന്ത വന്നാൽ ഹിസാബിനെ കുറിച്ച് ചോദിക്കുമല്ലോ, എന്റെ ജീവിതത്തെ കുറിച്ച് ചോദിക്കുമല്ലോ. വമൻ ഖാഫല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിനെ ഭയപ്പെട്ട് കഴിഞ്ഞാൽ ഹറബ ഇലൈഹി, അവനിലേക്ക് മടങ്ങുന്നതാണ്, അവനിലേക്ക് മടങ്ങുന്നതാണ്. ഇതാണ് പടച്ചവന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഇഷ്ക് അല്ലാഹുവിനോടാവണം, തവക്കുൽ അല്ലാഹുവിനോടാകണം. പ്രയാസങ്ങൾ നീക്കാൻ പടച്ചവനെ കുറിച്ചുള്ള ചിന്ത കടന്നു വരണം. അങ്ങനെ മനസ്സിന്റെ അകത്ത് ആദ്യം വിശ്വാസത്തെ നന്നാകണം. വിശ്വാസം ഊട്ടിയുറപ്പിച്ച വിശ്വാസമായാൽ ഒരു റിബലിസത്തിന്റെ പ്രഭാഷണം കൊണ്ട് നിന്റെ ഈമാനിനെ തെറിപ്പിക്കാൻ കഴിയില്ല. ഒരു യുക്തിവാദിയുടെ പ്രഭാഷണം കൊണ്ട് നിന്റെ ഈമാനിനെ തെറിപ്പിക്കാൻ കഴിയില്ല. പിന്നെ നീ ഔലിയാക്കളുടെ കൂട്ടത്തിലാണ്, പിന്നെ നീ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലാണ്. അതല്ലേ മഹാനായ മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു, അല്ലാഹുവേ നിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിയ പാപി ആരാണ് അല്ലാ, ഏറ്റവും വലിയ ദോഷി ആരാണ് അല്ലാ? ആ സമയത്ത് അല്ലാഹു തആല മൂസ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞതെന്തെന്നറിയോ? എന്നെ തെറ്റിദ്ധരിച്ചവരാണ്, ഞാൻ പുറത്തു കൊടുക്കില്ലാതെ തെറ്റിദ്ധരിച്ചവരാണ്, എന്റെ റഹ്മത്ത് കിട്ടില്ലാതെ തെറ്റിദ്ധരിച്ചവരാണ്, എന്റെ മഗ്ഫിറത്ത് കിട്ടില്ലാതെ തെറ്റിദ്ധരിച്ചവരാണ്. മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞത്, നിന്റെ അല്ലാഹു തആല പറഞ്ഞത്, ഏറ്റവും വലിയ പാപി എന്നെ തെറ്റിദ്ധരിച്ചവരാണ്. ആ സമയത്താണ് മൂസാ നബി അലൈഹിസ്സലാം പറയുന്നത്, അല്ലാഹുവേ നിന്നെ ആരെങ്കിലും തെറ്റിദ്ധരിക്കുമോ അല്ലാ, നിന്നെ ആരെങ്കിലും തെറ്റിദ്ധരിക്കുമോ? ആ സമയത്ത് പടച്ച തമ്പുരാന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എന്നെ തെറ്റിദ്ധരിക്കുന്നത് ആരാണെന്നറിയോ? എന്നോട് ഖൈറിനെ തേടുകയോ എന്റെ വിധി ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്തവനാണ്. ഒരു മരണം സംഭവിച്ചാൽ നീ പറയണം, ഇത് അല്ലാഹുവിന്റെ വിധിയാണ്. കച്ചവടത്തിന് നഷ്ടം വന്നാൽ നീ പറയണം, ഇത് പടച്ചവന്റെ വിധിയാണ്.
കല്യാണത്തിന്റെ തലേന്ന് രാത്രിയിൽ നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് അതാ പന്തല് കെട്ടിയിരിക്കുകയാണ്, ഡെക്കറേഷൻ ഒരുക്കിയിരിക്കുകയാണ്, ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിക്കൊണ്ട് വന്നിരിക്കുകയാണ്, വീട്ടിലെ കുട്ടികളൊക്കെ മൈലാഞ്ചിട്ടിരിക്കുകയാണ്, തലേന്ന് ദിവസത്തുള്ള ഡ്രസ് കോഡുകളൊക്കെ ഒരുക്കി വച്ചിരിക്കുകയാണ്, സ്റ്റേജുകളൊക്കെ കെട്ടിയിരിക്കുകയാണ്. പക്ഷേ എത്രയോ കല്യാണ വീടുകളും മരണ വീടുകളായിട്ടില്ലേ? എത്രയോ കുട്ടികളുടെ കയ്യിലുള്ള മൈലാഞ്ചുകള് കണ്ണുനീര് കൊണ്ട് ഉതിർന്നു പോയിട്ടില്ലേ? എത്രയോ വീടുകളിൽ അട്ടഹാസങ്ങളും കരച്ചിലും ഉണ്ടായിട്ടില്ലേ? പടച്ച തമ്പുരാനെ, ഞങ്ങൾ ഈമാൻ കുറഞ്ഞു പോയവരാ അല്ലാ, അങ്ങനത്തെ ഒരു വിധി ഞങ്ങളെ മഹല്ലിലെത്തിക്കല്ല അല്ലാ, താങ്ങാറുള്ള ശക്തിയില്ല അല്ലാ. അതല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ, മംഗലാപുരത്ത് വിമാനാപകടമുണ്ടായപ്പോൾ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ടവരെ, ഉപ്പ മരിച്ചിട്ട് ഉപ്പാന്റെ മയ്യത്ത് ഞാൻ വന്നല്ലാതെ എടുക്കരുത്, ഉപ്പാന്റെ മുഖം എനിക്ക് കാണിച്ചു തരണേ, ഉപ്പാന്റെ മയ്യത്തെടുക്കല്ലേ, ഉപ്പാന്റെ മയ്യത്തെടുക്കല്ലേ. പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുന്ന ഒരു ചെറുപ്പക്കാരന്റെ വിലാപമാണ്, ഒരു ചെറുപ്പക്കാരന്റെ ദുഃഖമാണ്. എന്റെ പൊന്നുപ്പയെ എനിക്ക് കാണണമെന്ന് പറഞ്ഞിട്ട് കിട്ടിയ ഫ്ലൈറ്റും പിടിച്ചിട്ട് വരുമ്പോഴാണ് സുബ്ഹാനല്ലാഹ് മംഗലാപുരത്ത് വെച്ചുകൊണ്ട് ആകാശത്തിൽ ഗോളങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്. തരിപ്പടമായ കൂട്ടത്തിൽ ഉപ്പളയിൽ ഒരു ചെറുപ്പക്കാരനും അതിലുണ്ടായിട്ടില്ലേ? മകന് വന്നിട്ട് ഉപ്പാന്റെ മയ്യത്തെടുക്കാമെന്ന് പറഞ്ഞ് ജനങ്ങൾ ഇങ്ങനെ വാച്ചു നോക്കി നിൽക്കുമ്പോഴാണ് രാവിലത്തെ പ്രഭാതത്തിലെ ഫ്ലൈറ്റിൽ മംഗലാപുരത്ത് ഇറങ്ങിയിട്ട് ഉപ്പാന്റെ മുഖത്തൊരു ചുംബനം നടത്താൻ വേണ്ടിട്ട് ഗൾഫിൽ നിന്ന് വന്നത്. സുബ്ഹാനല്ലാഹ്, ഉപ്പാന്റെ മയ്യത്ത് കാണാൻ വന്ന മോനും മയ്യത്താണ്. രണ്ട് മയ്യത്തുകളാണ് വീട്ടിൽ നിന്ന് എടുക്കപ്പെട്ടത്. താങ്ങാൻ ഈമാന് വേണേ. ഈമാൻ ദുർബലതയുണ്ടെങ്കിൽ നമുക്ക് സഹിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, എന്നോട് ഖൈറിനെ തേടുകയും എന്റെ വിധി ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്നവരാണ് വലിയ പാപികളോ. ആ സമയത്ത് നിന്റെ മനസ്സിൽ കടന്നു വരടേ, പടച്ചവന്റെ വിധിയാണ്. ഇങ്ങനത്തെ എത്രയെത്ര മരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. സ്വന്തം പെങ്ങളുടെ കല്യാണത്തിന് വേണ്ടിട്ടാ ഗൾഫിൽ നിന്ന് വിമാനത്തിലൂടെ വന്നോ. എന്റെ പ്രിയപ്പെട്ടവരെ, പെങ്ങളുടെ കല്യാണത്തിന് കൈ കൊടുക്കേണ്ടവനാണ്. അതേ പന്തലിട്ടിട്ടുണ്ട്, പിന്നെ പെങ്ങള് കാത്തു നിൽക്കുകയാണ്. ആങ്ങളയെ അത്താണിയായ ആങ്ങളെയാണ്, ആശ്രയമായ ആങ്ങളെയാണ്, സാന്ത്വനം നൽകുന്ന ആങ്ങളെയാണ്, പുഞ്ചിരിക്കുന്ന ആങ്ങളെയാണ്. പക്ഷേ ആ മല്ല കല്യാണ വീട്ടിലേക്ക് വന്നത് പുതുമണവാളന്റെ പകരം ആ പെണ്ണിന്റെ ആങ്ങളെ കഫൻ ചെയ്ത മയ്യത്താണ് കൊണ്ടുപോയത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, ഏത് പ്രയാസങ്ങൾ കടന്നു വന്നാലും എന്റെ വയല് കേൾക്കുന്ന ഉമ്മമാരെ, നിസാര പ്രശ്നത്തിന് വേണ്ടിട്ട് ഞാൻ തൂങ്ങി മരിക്കൂന്ന് പറയല്ലേ. നിസാരമായ പ്രശ്നത്തിന് വേണ്ടിട്ട് ഞാൻ ട്രെയിനിന് തലവെക്കൂന്ന് പറയല്ലേ. ഞാനതേ മരിക്കുമെന്ന് പറയല്ലേ. കിണറ്റിൽ ചാടിയിട്ട് മരിച്ചുപോയവരില്ലേ? ഭർത്താവുമായി ശണ്ട കൂടിയതിന്റെ പേരിൽ റമദാൻ മാസത്തിൽ മരണപ്പെട്ടു പോയവരില്ലേ? എന്തുകൊണ്ടെന്നറിയോ? പടച്ചോനോടുള്ള വിശ്വാസത്തിന്റെ കുറവാ, അല്ലാഹുവിനോടുള്ള സ്നേഹത്തിന്റെ കുറവാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാണ്, അല്ലാഹുവിനോട് ഖൈറിനെ തേടുകയോ എന്റെ വിധി ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്നതാരാണ്? അവരെന്നെ തെറ്റിദ്ധരിച്ചവരാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശരിക്കും അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത കടന്നു വന്നാൽ പിന്നെ നിന്നെ പരാജയപ്പെടുത്താൻ കഴിയില്ല. എത്രയോ ചെറുപ്പക്കാരെ കണ്ടിട്ടുണ്ട്, കോടിക്കണക്കിന് ആസ്തി ഉണ്ടായിരുന്നു, കച്ചവടം പൊട്ടിയിട്ട് സീറോ ആയി പോയിരിക്കുകയാണ്. വീടില്ല, പറമ്പില്ല, കോട്ടേഴ്സില്ല, എന്നിട്ടും പിടിച്ചു നിൽക്കുന്ന ആളുകളുണ്ട്. അവര് പറയുന്നത് എന്തെന്നറിയോ? അതാണ് ഈമാൻ എന്ന് പറയുന്നത്, അതാണ് ഈമാനിന്റെ ശക്തി എന്ന് പറയുന്നത്.
പറയുന്നത് ഇത് പടച്ചവന്റെ പരീക്ഷണമാണ്, അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. എന്റെ പ്രിയപ്പെട്ടവര്, അതുകൊണ്ട് ഈ സദസ്സിൽ വെച്ച് നിങ്ങളോട് ഞാൻ പറയട്ടെ, പടച്ചവനെ നിങ്ങൾ ഓർക്കണേ. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാഹുവേ, എന്റെ മുടികൾക്കെല്ലാം 2 നാവുകൾ ഉണ്ടാവുകയും എന്റെ ഓരോ മുടികൾക്ക് 2 നാവുണ്ടാവുകയും അവ രണ്ടും അല്ലാഹുവേ എന്റെ മുടികൾക്ക് 2 നാവുകൾ ഉണ്ടാവുകയോ അവ രണ്ടും അല്ലാഹുവേ രാവും പകലും വർഷം മുഴുവനും തക്ബീർ പറയുകയോ തസ്ബീഹ് പറയുകയും ചെയ്താൽ പോലോ ഞാൻ എന്റെ അനുഗ്രഹങ്ങളോടുള്ള കടമ വീട്ടിയവനാകില്ല. ദാവൂദ് നബി അലൈഹിസ്സലാം പടച്ചോനോട് പറയാൻ, അല്ലാഹുവേ എന്റെ തലമുടിയിൽ ഓരോ മുടിയിലും 2 നാവിനെ തന്നു, ആ നാവ് രാവും പകലും വർഷവോ അല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ പോലും ഇലാഹി ലൗ അന്ന ലികുല്ലി ശഅറത്തിൻ മിന്നി ലിസാനൈനി യുസബ്ബഹാൻ الليل والنهار والدهر كله ما قضيت حق نعمته അല്ലാഹുവേ പടച്ച നിഅമഹേ അല്ലാഹുവേ അല്ലാഹുവിനോടുള്ള അനുഗ്രഹം അവന്റെ അനുഗ്രഹത്തിനോട് അതേ ഞാന് പടച്ചവനോടുള്ള അനുഗ്രഹത്തിനോട് അതേ കടം വീട്ടിയവനാവില്ല. ഇതാണ് സ്വാലിഹീങ്ങൾ എന്ന് പറയുന്നത്. നോക്കണേ, അല്ലാഹുവിന് നമ്മോട് എന്തൊരു സ്നേഹമാണ്, പടച്ചവന് നമ്മോട് എന്തൊരു സ്നേഹമാണ്. അതുകൊണ്ടാണ് ഔലിയാക്കൾ വിളിച്ചത് അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ. മഹാനായ ഗൗസുൽ ആലമിന്റെ ദിക്റാണത്. മഹാനായ ഔലിയാക്കളുടെ നേതാവായ ഗൗസുൽ ആലം പഠിപ്പിച്ചു തന്ന ദിക്റാണ് അല്ലാഹു ഹാദിരി പറ, അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ. അല്ലാഹ് എന്റെ കൂടെയുണ്ട്, അവൻ സന്നിധനാണ്, അവൻ എല്ലാം നോക്കുന്നവനാണ്. അല്ലാഹു ഹാദിരി അല്ലാഹു സന്നിധനാണ്. തൊട്ടതും എടുത്തതും പടച്ചവൻ കാണുന്നുണ്ടെന്ന ചിന്ത വേട്, അല്ലാഹു എന്നോട് ചോദ്യം ചെയ്യുമെന്ന ചിന്ത വേട്, ഞാൻ പറഞ്ഞതിനെ കുറിച്ചുള്ള ചിന്ത വേണ്, എന്റെ ഹിസാബിനെ കുറിച്ചുള്ള ചിന്ത വേണ്. അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി എല്ലാം അവൻ കാണുന്നവനാണ്. ഒരു ഷോപ്പിലേക്ക് പോകുമ്പോൾ അവിടെ CC ക്യാമറയുണ്ടെങ്കിൽ മുതലാളി കാണുമെന്ന പേടിയല്ലേ, പക്ഷേ ഈ കാണുന്ന അണ്ടഘടാഹങ്ങളെ പരിപാലിക്കുന്ന അല്ലാഹു കാണുമെന്ന ചിന്ത നമ്മുടെ കൽവിലേക്ക് കടന്നു വരാത്ത കാലത്തോളം നമ്മുടെ ഈമാന് പൂർത്തിയാവില്ല. അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി. അവൻ എല്ലാത്തിനും ഷാഹിദാണ്, അവൻ സാക്ഷിയാണ്, സാക്ഷിയാണ്. അല്ലാഹു മഈ അല്ലാഹു എന്റെ കൂടെയാണ്. അവൻ കൃപാലുവാൻ, അവൻ കരുണാമയനാണ്, അവൻ ദയയുള്ളവനാണ്, എത്രയോ പാപങ്ങൾ പുറത്തു തരുന്നവനാണ്. ഒന്ന് പൊട്ടിക്കരഞ്ഞ് പടച്ചോനോട് ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കാതിരിക്കില്ല. ഒന്ന് ആത്മാർത്ഥമായി ഒരു ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ പടച്ചവൻ സ്വീകരിക്കാതിരിക്കില്ല. എന്തൊരു സ്നേഹമാണ് അല്ലാഹുവിന്റെ അടിമയോട്. അതല്ലേ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത്, സാഹിബുൽ യമീനി അമീനുൻ അലാ സാഹിബിശ് ശിമാൽ. കേൾക്കണേ, കേൾക്കണേ, 2 മലക്കുകൾ നമുക്കുണ്ട്. 2 മലക്കുകൾ വലതുഭാഗത്തും
ഇടതുഭാഗത്തും 2 മലക്കുകളുണ്ട്. എല്ലാം റെക്കോർഡ് ചെയ്യുന്ന മലക്കുകള്, നമ്മുടെ നന്മ എഴുതുന്ന മലക്കുകള്, തിന്മ എഴുതുന്ന മലക്കുകള്. ഒരാൾ ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ, ഒരു പാവപ്പെട്ടവന് സദഖ കൊടുത്തു, അല്ലെങ്കിൽ ഒരു തസ്ബീഹ് പറഞ്ഞു, വഴിയിലുള്ള മാലിന്യങ്ങൾ എടുത്തു മാറ്റി, അല്ലെങ്കിൽ നല്ലൊരു ഉപദേശം കൊടുത്തു, അല്ലെങ്കിൽ അതേ എന്റെ പ്രിയപ്പെട്ടവര് ഏത് സൽക്കർമ്മം ചെയ്താലോ, ഒരു ഹസനത്ത് ചെയ്താൽ, ഒരു നന്മ ചെയ്താൽ, കതബല്ലാഹു ലഹു സാഹിബുൽ യമീൻ അശ്റാ, ചില്ലറയല്ല 10 നന്മയാണ് രേഖപ്പെടുത്തി വെക്കുന്നത്. ഒരു നന്മ ചെയ്യുമ്പോ 10 നന്മയാണ് രേഖപ്പെടുത്തി വെക്കുന്നത്. കേൾക്കണേ, ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാലോ, ഒരു നന്മ ചെയ്ത് കഴിഞ്ഞാൽ മലക്ക് എഴുതി വെക്കുന്ന എത്രയാ? 10 നന്മ എഴുതി വെക്കും. ഒന്ന് ചിരിച്ചു, വീട്ടിലേക്ക് പോയിട്ട് ഭാര്യയോടൊന്ന് ചിരിച്ചു. ചിരിക്കാത്തവൻ, ജീവിതത്തിൽ ചിരിക്കാത്തവൻ ഇന്ന് വേദം കെട്ടുപോയിട്ട് ഭാര്യയോട് പോയിട്ട് ചിരിക്കണ്ട. പിറ്റേന്ന് രാവിലെ വിളിക്കും, ഉസ്താദെ, കോട്ടിക്കുളത്ത് ഉസ്താദല്ലേ? അതെ, എന്റെ ഭർത്താവിന് എന്തോ ചെറിയ പ്രശ്നമുണ്ട്, അയാൾ ചിരിക്കുകയാണ്. ആ ഒരവസ്ഥയിലേക്ക് എത്തരുത്. ചിരിക്കാത്ത ആളുകളാണ് ഭാര്യയോട് ചിരിക്കണം, മക്കളോട് ചിരിക്കണം, അല്ലേ? വാള് കേട്ടിപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു. അഷ്റഫ് ഉസ്താദിന്റെ വാള് കേട്ടിട്ട് വരുന്നതാണ്. ചിരിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഭാര്യയോട്. ചിരിക്കാൻ ഒരു അമ്മാതിരി ചിരിയാകാൻ പാടില്ല. ആലോചിച്ചു നോക്കണം. ഒരു ചിരിച്ചു, ഭാര്യയോട് ചിരിച്ചു, മക്കളോട് ചിരിച്ചു, ഒരു ഉസ്താദിനോട് ചിരിച്ചു, ഒരു കസ്റ്റമറോട് ചിരിച്ചു. ഇഖ്ലാസുള്ള ചിരിയായിരിക്കണം. കസ്റ്റമറുടെ ഉദ്ദേശത്തിലല്ല. ഒരു സഹോദരൻ, ഒരു മുസ്ലിം, ഒരു നല്ലൊരു മനുഷ്യൻ, അവനെ കണ്ണോട് ചിരിച്ചു. തബസ്സും, ചിരി സദഖയാണ് റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ. അത് ഹസനത്താണ്, നന്മയാണ്. അങ്ങനെ ഒരാൾ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ 10 നന്മ. ഒരു തിന്മ ചെയ്തു, എന്തോ ഒരു തിന്മ ചെയ്താൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇടത് ഭാഗത്തുള്ള മലക്ക് എഴുതാൻ പോയാണ്. ഇന്ന മനുഷ്യൻ ഇന്ന തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എഴുതാൻ വേണ്ടി പോവും. കള്ളുടിച്ചു, കള്ളുടിച്ചിട്ടുണ്ട്, വ്യഭിചരിച്ചിട്ടുണ്ട്, പലിശ വാങ്ങിയിട്ടുണ്ട്, ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്, നമീമത്ത് പറഞ്ഞിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്, എഴുതാൻ വേണ്ടി പോയാണ്. അങ്ങനെ എഴുതാൻ വേണ്ടി പോകുമ്പോ കേൾക്കണേ, ഖാല സാഹിബുൽ യമീൻ, വലത് ഭാഗത്തുള്ള മലക്ക് പറയും, എഴുതരുത്. തെറ്റ് ചെയ്തവന്റെ, കേൾക്കണേ, തെറ്റ് ചെയ്തവന്റെ തെറ്റെഴുതാൻ ഇടത് ഭാഗത്തുള്ള മലക്ക് എഴുതാൻ വേണ്ടി പോകുമ്പോൾ വലത് ഭാഗത്തുള്ള മലക്ക് എന്താ പറയുന്നത്? എഴുതണ്ട, പിടിച്ചു നിർത്തപ്പ. എത്രയാണ്? ഗൾഫാരോട് ചോദിക്കാണ്, 6 മണിക്കൂറോ 7 മണിക്കൂർ അല്ലേ? മലക്ക് പറയോ 6 മണിക്കൂറോ 7 മണിക്കൂറോ ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഒരു നന്മ ചെയ്തപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ 10 നന്മ ചെയ്ത കൂലിയാണ്. ഒരു നന്മ. ഒരാൾ സദസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ ചിന്തിക്കാണ്, അഷ്റഫ് ഉസ്താദ് സ്ക്വയർ ഫീറ്റ് ചോദിച്ചാൽ ഞാൻ 5 കൊടുക്കും, 10 കൊടുക്കും. എന്തായാലും ഞാൻ ചോദിക്കും, നിങ്ങളെ വെറുതെ വിടൂല. അപ്പൊ മനസ്സിലൊരു ചിന്ത വന്ന് ഞാൻ കൊടുക്കും. ഒന്നുമില്ല, എനിക്ക് കോട്ടിക്കുളത്ത് അവിടെ ദുആങ്കിൽ കിട്ടുമല്ലോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ 1 കൊടുത്തതിന് 10 കൂലിയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കള്ളു കുടിച്ചവനാണെന്ന് എഴുതാൻ വേണ്ടി പോകുമ്പോ വലതു ഭാഗത്തുള്ള മലക്ക് പറയാം, എഴുതല്ല, 6 7 മണിക്കൂർ പിടിച്ചു നിൽക്കണേ. എന്തിനാ? 7 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യാണ്. എന്തിനാ 7 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നത്? ഈ 7 മണിക്കൂറിന്റെ ഇടയിൽ നിനക്ക് ചെറിയൊരു മാറ്റം വന്നാലോ, ഞാൻ ചെയ്തത് തെറ്റായി പോയി, അല്ലാഹുവേ പുറത്തു തരണേ, വ്യഭിചരിച്ചു പോയി, അല്ലാഹുവേ പുറത്തു തരണേ, താന്തോന്നിവാസം പറഞ്ഞു പോയി, അല്ലാഹുവേ പുറത്തു തരണേ, അങ്ങനെ നീ തൗബ ചെയ്താൽ ഒരു തെറ്റും നിന്നിലേക്ക് എഴുതൂല. ഇതാണ് വെറുതെ കാരുണ്യവാനായ അള്ളാഹു എന്ന് പറഞ്ഞല്ല, വല്ലാത്തതാണ്. തെറ്റ് ചെയ്ത 7 മണിക്കൂർ വെയിറ്റ് ചെയ്യാണ്. ചിലപ്പോ നന്നായെങ്കിലോ,
അതുകൊണ്ടാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആകാശ ലോകത്തേക്ക് നോക്കിയപ്പോൾ ഒരു കള്ളനെ കണ്ടു എത്രേ. അന്ന് ദുആ ചെയ്തു, അല്ലാഹു അവനെ നശിപ്പിക്കണേ അല്ലാഹ് പറഞ്ഞെന്താണെന്നറിയോ? അങ്ങനെ ദുആ ചെയ്യരുത്. ആ മനുഷ്യൻ നന്നായെങ്കിലോ, അയാൾക്ക് പിന്നീട് സ്വബോധം വന്നെങ്കിലോ, നല്ലവനാകണമെന്ന ചിന്ത വന്നെങ്കിലോ, എത്രമാത്രം കാരുണ്യമാണ് അല്ലാഹു നമ്മോട് കൽപ്പിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും 5 വക്ത നിസ്കാരം കഴിഞ്ഞ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സുബ്ഹിയിലും മഗ്രിബിലും അല്ലാത്ത എല്ലാ നിസ്കാരത്തിന്റെ ഉടനെ പറയേണ്ടതെന്താണ്? സുബ്ഹിയിലും മഗ്രിബിലും അല്ലാത്ത എല്ലാ നിസ്കാരത്തിന്റെ ഉടനെ പറയേണ്ടത് എന്താണ്? നിസ്കാരം കഴിഞ്ഞ ഉടനെ എന്താ പറയേണ്ടത്? നിസ്കാരം കഴിഞ്ഞ ഉടനെ എന്താ പറയേണ്ടത്? നിസ്കാരം അസ്സലാമു അലൈക്കും സലാം വീട്ടി ഉടനെ എന്താ ഇങ്ങനെ പറയാറുള്ളത്? എന്താ പറയാ? ഒന്നും പറയില്ലേ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അത് പള്ളിയിലെ ഉസ്താദിന് പറയാനുള്ളതല്ല, നമുക്കും കൂടെ പറയാനുള്ളതാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അതേ സമയത്ത് മഗ്രിബും സുബ്ഹിന്റെ സമയത്ത് സലാം വീട്ടിയ ഉടനെ പറയേണ്ടത് ഇസ്തിഗ്ഫാറല്ല, 10 പ്രാവശ്യം പറയാൻ പറഞ്ഞിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതുഹു അലാ കുല്ലി ശൈഇൻ ഖദീർ. 10 പ്രാവശ്യം പറയാ. അതിനുശേഷം പറയാ അല്ലാഹുമ്മ അജിർനി മിനന്നാർ. അങ്ങനെ പറയാ. അല്ലാഹുമ്മ അജിർനി എന്നല്ല, അല്ലാഹുമ്മ അജിർനി. ജീമിന് താഴെ കസറിട്ടിട്ട് താഴെ ഒരു വരയിട്ടിട്ടാ പറയേണ്ടത്. അജിർനി, അജ്ർ എന്നല്ല. അല്ലാഹുവേ എനിക്ക് പ്രതിഫലം നൽകണേ എന്നല്ല, നരകത്തിന് തൊട്ടുള്ള പ്രതിഫലമല്ല, അജ്റല്ല. പിന്നെയോ അല്ലാഹുമ്മ അജിർനി എന്നാണ്. ശ്രദ്ധിച്ചോ ഉമ്മമാരെ പറയുമ്പോ അല്ലാഹുമ്മ അജിർനി മിനന്നാർ, എന്നെ നരകത്തിൽ നിന്ന് തടയണേ അല്ലാഹ്. ഇത് പറഞ്ഞതിന് ശേഷമാണ് ഇസ്തിഗ്ഫാർ പറയേണ്ടത്. ഇത് രണ്ടും സുബ്ഹിന്റെയും മഗ്രിബിന്റെയും പ്രത്യേകതയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഇസ്തിഗ്ഫാർ പറയുമ്പോ ഒന്ന് മനസ്സറിഞ്ഞിട്ട് പറയണം. പഠിച്ചോനെ, അറിയാതെ എന്തൊക്കെയോ പറഞ്ഞു പോയി, ചിന്തിച്ചു പോയി, അല്ലാഹ് പുറത്തു തരണേ അല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഫഇൻ ഇസ്തഗ്ഫറല്ലാഹ്. ആരെങ്കിലും അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്താൽ ലം യുക്തുബ അലൈഹി ശൈആ, ഒന്നും എഴുതൂല, തെറ്റ് ചെയ്തതൊന്നും എഴുതൂല. വഇല്ലം യസ്തഗ്ഫിർ, ഇനി ഒരാൾ ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ടില്ല, തെറ്റ് ചെയ്തിട്ട് തിന്മ ചെയ്തിട്ട് ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ടില്ലെങ്കിൽ യുക്തബു അലൈഹി സയ്യത്തുൻ വാഹിദ, ഒന്നേ എഴുതുകയുള്ളൂ. ഒരു തെറ്റ് ചെയ്തേ ഉള്ളൂ. എന്തൊരു നന്മയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായിട്ട് ഇസ്തിഗ്ഫാർ പറയണം. അതാണ് അൽ മുസ്തഗ്ഫിറു ബിൽ ലിസാനി. നാവ് കൊണ്ട് ഒരാൾ ഇസ്തിഗ്ഫാർ പറയുന്നു. അൽ മുസിറു അല ദുനൂബ്. തെറ്റൊന്നും മാറി നിന്നിട്ടൊന്നുമില്ല. തെറ്റെങ്ങനെയുണ്ട്? സ്വർണത്തിന്റെ മോതിരം ഇട്ടിട്ടുള്ള അസ്തഗ്ഫിറുല്ലാഹ് എന്ത് കാര്യം അല്ലേ? റമളാനിന്റെ 27 കൊടുക്കണ്ടേന്ന് കൊടുക്കാതെ പഠിച്ചോനെ എന്റെ തൗബ സ്വീകരിക്കണേ അല്ലാഹ്. ആ തൗബ സ്വീകരിക്കൂല. ഇടപാട് തീർക്കാത്ത തൗബ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? എല്ലാത്തിലും സൂക്ഷ്മത വേണം. അപ്പോഴാണ് അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത വരുന്നത്. അല്ലാതെ അൽ മുസ്തഗ്ഫിറു ബിൽ ലിസാനി, നാവ് കൊണ്ടുള്ള ഒരാളുടെ ഇസ്തിഗ്ഫാർ, അൽ മുസിറു അല ദുനൂബി കൽ മുസ്തഹ്സി ബി റബ്ബിഹി, അത് പടച്ചവനെ പരിഹസിക്കുന്നത് പോലെയാണ്. മഹാനായ ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു ഇങ്ങനെ പാടിയില്ലേ? യാ റാഖിദം വൽ ജലീലു യഹ്ഫളുഹു മിൻ കുല്ലി സൂഇൻ യകൂനു ഫിൽ ളുലമി കൈഫ തനാമുൽ ഉയൂനു അൻ മലികി യഅതീക മിൻഹു ഫവായിദുൻ നിഅമി. കാണുന്നില്ലേ, ബീവറേജ് പോയിട്ട് കള്ളു കുടിച്ചിട്ട് പാതിരാക്ക് വീട്ടിലേക്ക് വരുന്നവന് അല്ലാഹു വഴി തടസ്സം നിന്നിട്ടില്ല. അവൻ കയറിയ റിക്ഷ ആക്സിഡന്റ് ആയിട്ടില്ല, അവന് വഴി തെറ്റിയിട്ടില്ല.
അവൻ എത്ര സുന്ദരമായിട്ടാണ് അവന്റെ വീട്ടിലേക്ക് എത്തിയത്. എടാ, നിന്നെ സംരക്ഷിച്ചത് അല്ലാഹുവാ. നിന്നെ ഭൂമിയിലേക്ക് താഴ്ത്തിക്കളയാമല്ലോ, ചെയ്തിട്ടില്ല. യാ റാഖിദൻ വൽ ജലീലു യഹ്ഫദുഹു മിൻ കുല്ലി സൂഇൻ യകൂനു ഫിൽ ളുലമി. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് നിന്റെ കണ്ണുകൾ കുറങ്ങാൻ കഴിയുന്നത്? അക്രമത്തിലായി മയങ്ങുന്ന മനുഷ്യ, അല്ലാഹു എല്ലാ വിപത്തിൽ നിന്നും നിന്നെ സംരക്ഷിക്കുന്നു. ധാരാളം അനുഗ്രഹങ്ങൾ അവനിൽ നിന്ന് നിനക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും കണ്ണുകൾ ഉറങ്ങുന്നതെങ്ങനെ? എല്ലാം കിട്ടിയിട്ടും പടച്ച തമ്പുരാന് ഓർക്കാൻ കഴിയാത്തവരെ, രാവിലെ ഇതാ കോഴി നിന്നെ വിളിക്കുകയാണ്. ഒരൊറ്റ ദിവസം പോലും കോഴിയുടെ കരച്ചിൽ നിർത്തുന്നില്ല, കോഴി കൂവുന്നത് നിർത്തുന്നില്ല. ചന്ദ്രൻ ഉദിക്കാതിരിക്കുന്നില്ല, ചന്ദ്രൻ തെളിച്ച വെളിച്ചം തരാതിരിക്കുന്നില്ല, സൂര്യൻ ഉദിക്കാതിരിക്കുന്നില്ല. അല്ലാഹു മഞ്ഞ് തരുന്നത് മനുഷ്യന്റെ നന്മക്കാട്, അല്ലാഹു മഴ തരുന്നത് മനുഷ്യന്റെ നന്മക്കാട്. സൂര്യനെങ്ങാനും ഉദിച്ചില്ലെങ്കിൽ പച്ചക്കറിയും നിന്റെ വീട്ടിലേക്ക് എത്തില്ല. സൂര്യരശ്മി നിനക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിനക്ക് സ്കിൻ ക്യാൻസർ കടന്നു വരികയാണ്, നിന്റെ ആരോഗ്യം നശിക്കുകയാണ്. മനുഷ്യ, നിനക്ക് വേണ്ടിയിട്ടാണ് അല്ലാഹു സൂര്യനെ പ്രകാശിപ്പിക്കുകയാണ്. സൂര്യൻ ഉദിക്കുകയാണ്, ചന്ദ്രൻ പുഞ്ചിരിക്കുകയാണ്. നിനക്ക് വേണ്ടി മഞ്ഞ് തന്നവന്റെ പേരാണ് അല്ലാഹ്. നിനക്ക് വേണ്ടിട്ടാണ് പടച്ച തമ്പുരാൻ അതേ കടലിലെ വെള്ളത്തിന് ഉപ്പുരസമാക്കിയത്. കടലിലെ വെള്ളമങ്ങാനും ഉപ്പുരസമായിരുന്നില്ലെങ്കിൽ എത്ര വലിയ അത്ഭുതമാകുമായിരുന്നു, എത്ര വലിയ പ്രശ്നമാകുമായിരുന്നു. മനുഷ്യ, നിനക്ക് വേണ്ടി അല്ലാഹു എല്ലാം ചെയ്തു തന്നിട്ടോ പടച്ചവനെ മറന്നു പോകുന്ന ആളുകളെ ഞാൻ ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ ഫാഷൻ ഡിസൈനർ ഉണ്ടായിരുന്നു, ഏറ്റവും വലിയ ഫാഷൻ ഡിസൈനറും എഴുത്തുകാരിയുമായിരുന്ന ക്രിൻസിഡ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. സഹോദരങ്ങളെ, ആലോചിച്ചു നോക്കണം. ക്രിൻസിഡ എന്ന് പറയുന്ന വലിയ ഫാഷൻ ഡിസൈനർ ഉണ്ടായിരുന്നു. ക്യാൻസർ രോഗം പിടിച്ചിട്ടാണ് മരണപ്പെട്ടു പോയത്. ആ ഫാഷൻ ഡിസൈനർ ക്യാൻസർ രോഗം പിടിച്ചിട്ടാണ് മരണപ്പെട്ടു പോയത്. ആ മരിക്കുന്നതിന് മുമ്പ് ഈ ഏറ്റവും അറിയപ്പെട്ട ഫാഷൻ ഡിസൈനർ എഴുതി വെച്ചത് എന്തെന്നറിയുമോ? അതെ, എന്റെ ബ്രാൻഡ് കാർ, അംബാസന്റെ ബ്രാൻഡ് കാർ ഗാരേജിലുണ്ട്, വലിയ കാർ ഗാരേജിലുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ യാത്ര ചെയ്യുന്നത് വീൽ ചെയറിലാണ്. കേൾക്കണേ പ്രിയപ്പെട്ടവരെ, എത്ര ആളുകളുടെ അനുഭവമാണ്. വലിയ ഫാഷൻ ഡിസൈനറാണ്, എഴുത്തുകാരിയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ആ സഹോദരി പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, അതേ ബ്രാൻഡ് കാർ എന്റെ ഗാരേജിലുണ്ട്, പക്ഷെ എനിക്കതിൽ യാത്ര ചെയ്യാൻ കഴിയുന്നില്ല. ക്യാൻസർ രോഗമാണ്, ഞാൻ വീൽ ചെയറിലാണ് സഞ്ചരിക്കുന്നത്. ഡിസൈൻ ചെയ്ത വസ്ത്രങ്ങളോ ചെരുപ്പുകളോ എനിക്കുണ്ട്, പക്ഷേ ഞാൻ ആശുപത്രിയിൽ നിന്ന് തന്ന ചെറിയ ഷീറ്റിലാണ് ഞാൻ കിടക്കുന്നത്. ഡിസൈൻ ചെയ്ത വാച്ചുകളുണ്ട്, ഡിസൈൻ ചെയ്ത ചെരുപ്പുകളുണ്ട്, ഡിസൈൻ ചെയ്ത വസ്ത്രങ്ങളുണ്ട്, എല്ലാം ഉണ്ടായിട്ട് ഒരു ക്യാൻസർ രോഗം കടന്നു വന്നപ്പോ ശരീരത്തിന്റെ അകത്ത് ക്യാൻസറിന്റെ അണുക്കൾ ഇഞ്ചിഞ്ചായി തകർത്തപ്പോൾ ഇതൊന്നും എനിക്ക് ഉപയോഗിക്കാൻ കഴിയാതെ ആശുപത്രിയിൽ നിന്ന് കിട്ടിയ ചെറിയ ഷീറ്റിലാണ് ഞാൻ കിടക്കുന്നത്. ബാങ്കിൽ പണമുണ്ട്, പക്ഷേ പ്രയോജനമില്ലാന്ന് ആ സഹോദരി പറയുകയാണ്. കൊട്ടാരമുണ്ട്, പക്ഷേ ആശുപത്രിയിലെ വലിപ്പത്തിലുള്ള കട്ടിലാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. ഇരട്ട വലിപ്പത്തിലുള്ള കട്ടിലാണ് ഞാൻ കിടക്കുന്നത്. എന്റെ കൊട്ടാരത്തിലേക്ക് എനിക്ക് പോകാൻ കഴിയുന്നില്ല. പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്ന് മറ്റൊരു പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് ഞാൻ യാത്ര ചെയ്തവളായിരുന്നു, പക്ഷേ ഇന്ന് ഞാൻ ലാബിൽ നിന്ന് മറ്റൊരു ലാബിലേക്ക് പോവുകയാണ്. ഓർക്കണേ പ്രിയപ്പെട്ടവരെ, ഒരു രോഗം വന്നു കഴിഞ്ഞാൽ പോയില്ലേ, ഒരു നാവിന്റെ ടേസ്റ്റ് നഷ്ടപ്പെട്ടു പോയാൽ നിന്റെ ജീവിതം പോയില്ലേ,
പെട്ടെന്ന് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയാൽ നിന്റെ ജീവിതം കഴിഞ്ഞു പോയില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, കിഡ്നി രോഗം വന്നു കഴിഞ്ഞാൽ നീ ഡയാലിസിസ് ചെയ്യേണ്ടി വന്നാൽ നിന്റെ ജീവിതം അതോടെ കഴിഞ്ഞു പോയില്ലേ? ഒന്ന് ശരീരം കോടിപ്പോയി കഴിഞ്ഞാൽ എന്ത് പണമുണ്ടായിട്ടെന്താ, എന്ത് വാഹനമുണ്ടായിട്ടെന്താ, എന്ത് അമ്പരചുംബികളായ മണിസൗധങ്ങൾ ഉണ്ടായിട്ടെന്താ, എന്ത് സൗന്ദര്യയായ ഭാര്യ ഉണ്ടായിട്ടെന്താ? ഓർക്കണേ പ്രിയപ്പെട്ടവരെ, ഇത് ഓർക്കാനുള്ള സദസ്സാണ്, ഇത് അല്ലാഹുവിനെ ഓർക്കാനുള്ള സദസ്സാണ്. പഞ്ചനക്ഷത്രത്തിൽ നിന്ന് പഞ്ചനക്ഷത്രങ്ങളിലേക്ക് യാത്ര ചെയ്ത ഇന്ന് ഞാനൊരു ലാബിൽ നിന്ന് മറ്റൊരു ലാബിലേക്ക് പോവുകയാണ്. 100 കണക്കിന് വരുന്ന ആളുകളാണ് ഓട്ടോഗ്രാഫ് അതേ പതിപ്പിച്ചു കൊടുത്തത്, എഴുതി കൊടുത്തത്. പക്ഷേ ഇന്ന് എന്റെ കയ്യിലുള്ള ഓട്ടോഗ്രാഫ് എന്തെന്നറിയുമോ? അത് ഡോക്ടർ നൽകിയ ഒരു ഷീറ്റാണ്, ഡോക്ടർ നൽകിയ ഒരു കുറിപ്പാണ്. എന്റെ മുടി അലങ്കൃതമാക്കാൻ, എന്റെ മുടി അലങ്കരിക്കാൻ എനിക്ക് 7 ബ്യൂട്ടീഷ്യന്മാരുണ്ടായിരുന്നു. ഉമ്മമാരെ കേൾക്കണേ, ഒന്നല്ല രണ്ടല്ല, സമ്പത്തിന്റെ പറുദീസയിൽ ജീവിച്ചു പടച്ചവന് രോഗം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം അവിടത്തേക്ക് കഴിഞ്ഞില്ലേ? 7 ബ്യൂട്ടീഷ്യന്മാരുണ്ടായിരുന്നു എന്റെ മുടി അലങ്കരിക്കാൻ. പക്ഷേ ഇന്ന് എന്റെ തലയിൽ മുടിയില്ലല്ലോ. ആ സഹോദരി എഴുതി വെക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു സ്വകാര്യ ജെറ്റില് ആവശ്യമുള്ളിടത്ത് ഞാൻ പറന്നു പോയ ആളായിരുന്നു. എന്നാൽ ഇന്ന് ആശുപത്രിയുടെ വരാന്തയിലൂടെ സഞ്ചരിക്കാൻ 2 ആളുകളുടെ ഹെൽപ്പ് എനിക്ക് ആവശ്യമാണ്. ധാരാളം ഭക്ഷണങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. പക്ഷേ എൻ്റെ ഒരു ദിവസം 2 ഗുളികയാണ് എൻ്റെ ഭക്ഷണം. രാത്രിയിൽ ഉപ്പിട്ടൊരൽപ്പം വെള്ളമാണ്. പിന്നെ എനിക്കുണ്ടായെന്നറിയോ? ചിലർ നൽകിയ സ്നേഹങ്ങളാണ്, ചിലർ നൽകിയ സ്നേഹങ്ങളാണ്, ചിലർ നൽകിയ പുഞ്ചിരി മാത്രമാണ്. ഒരു രോഗം വരുമ്പോഴേക്കെല്ലാം പോയില്ലോ. എല്ലാം കഴിഞ്ഞതിന് ശേഷം പടച്ചവനെ ഞാൻ നിന്നെ ഓർക്കാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, അല്ലാഹുവിനെ ഓർക്കാൻ, പടച്ച തമ്പുരാനോടുള്ള സ്നേഹത്തിൽ ആ അല്ലാഹുവിനോടുള്ള പ്രേമത്തിന്റെ ലോകം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് ഞാൻ പറയട്ടെ, സദസ്സിൽ വെച്ച് മനസ്സിന്റെ അകത്ത് അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത കടന്നു വരണേ. അതുകൊണ്ടാണ് എല്ലാ നിസ്കാരത്തിന്റെ ശേഷമോ 5 വക്ത നിസ്കാരത്തിന്റെ ശേഷം റസൂലുള്ളാഹി തങ്ങളൊരു ദുആ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദത്ത്. പടച്ചോനെ സ്നേഹിക്കാനുള്ളൊരു വഴിയാണ്, റസൂലുള്ളാഹിന്റെ സ്നേഹം കിട്ടാനുള്ളൊരു വഴിയാണ്. കേട്ടോ കേട്ടോ, അല്ലാഹുമ്മ ഇന്നീ പറയണേ നിസ്കാരം കഴിഞ്ഞിട്ട്. അല്ലാഹുമ്മ ഇന്നീ, അല്ലാഹുവേ എന്നെ നീ സഹായിക്കണേ. അലാ ദിക്രിക, നിന്നെ ഓർക്കുന്നതിന്റെ മേൽ എന്നെ സഹായിക്കണേ അല്ലാ, എന്നെ സഹായിക്കണേ അല്ലാ. എന്നെ ഓർക്കുന്നതിന്റെ മേൽ അല്ലാഹുവേ, നിന്നെ ഓർക്കുന്നതിന്റെ മേൽ എന്നെ സഹായിക്കണേ അല്ലാ. അല്ലാഹുമ്മ ഇന്നീ അലാ ദിക്രിക വശുക്രിക, നിനക്ക് നന്ദി ചെയ്യുന്നതിന്റെ മേൽ. അല്ലാഹുമ്മ ഇന്നീ അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. പടച്ചവനേ, നിനക്ക് ഇബാദത്തില് മെച്ചമാക്കാൻ, ആരാധന നന്നാക്കാൻ നീ എന്നെ സഹായിക്കണേ അല്ലാ. ഇത് മറന്നു പോകല്ലേ എന്ന് ലോകത്തിന്റെ നേതാവ് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം ഒരു 100 ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈമാൻ രക്ഷപ്പെടാനുള്ള വഴിയാണ്, പടച്ചവന്റെ അടുക്കൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ്. അതല്ലേ മഹാനായ മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു
റളിയല്ലാഹു തആല പറയാട് ഈമാൻ സലാമത്തായാൽ മതി. എപ്പോഴും മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു പറയലെന്തെന്നറിയോ? ഈമാൻ സലാമത്തായാൽ മതി. നമുക്കങ്ങനത്തെ ഒരു പേടി കടന്നു വരാറില്ലല്ലോ. നമ്മുടെ വീടിന്റെ പേടിയാണോ? നമ്മുടെ കച്ചവടത്തിന്റെ പേടിയാണോ? നമ്മുടെ അക്കൗണ്ടിന്റെ പേടിയാണോ? രോഗത്തിന്റെ പേടിയാണോ? ടെൻഷന്റെ പേടിയാണോ? വഷളത്തരത്തിന്റെ പേടിയാണോ? ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ചിന്തിച്ചോ ഉമ്മമാരെ, പടച്ചോനെ മറന്നു കളിക്കല്ലേ. വാളിന്റെ സദസ്സുകളിലേക്ക് പങ്കെടുക്കാൻ, സ്വലാത്തിന്റെ സദസ്സുകളിൽ പങ്കെടുക്കാൻ, അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി കൊടുക്കാൻ മടിയുണ്ടാക്കല്ലേ. ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്? ആധുനിക നൂറ്റാണ്ടിലെ ഉമ്മമാരോട് ഞാൻ പറയട്ടെ, പടച്ചവനെങ്ങാനും നമ്മുടെ നാവിന്റെ രുചിയെടുത്ത് മാറ്റിയാൽ ഉള്ള ഭക്ഷണം കഴിക്കാനുള്ള ആഫിയത്ത് അല്ലാഹു എടുത്തു മാറ്റിയാൽ, നിന്റെ കൊട്ടാരം നിമിഷ നേരം കൊണ്ട് ഇല്ലാതെയാക്കിയാൽ പടച്ചോനെ അലറി വിളിച്ചിട്ട് കാര്യമില്ല. ബർത്ത്ഡേയുടെ പേര് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, പുതിയ വെർഷൻ എന്താണ്? പുതിയ മോഡേൺ എന്താണ്? കേക്കുകൾ കൊണ്ടുവന്നിട്ട് സുബ്ഹാനല്ലാഹ്, അതെ, ആ കേക്ക് മുറിച്ച് തിന്നുന്നതിന് പകരം ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല. കേക്ക് മുറിക്കുന്ന വിഷയത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. മറ്റുള്ളവരുടെ സംസ്കാരം എന്ന നിലയിൽ നമുക്ക് പാടില്ലല്ലോ, അതല്ലല്ലോ വിഷയം. പക്ഷേ കേക്ക് തിന്നുന്നതിന് പകരം കേക്ക് എടുത്തിട്ട് മുഖത്ത് ഉരക്കുന്നവര് പടച്ചോന്റെ അന്നത്തിനെ പരിഹസിക്കുന്നവരാണ്. ഒട്ടകത്തിന്റെ പിദ്വാരത്തിൽ നിന്ന് വരുന്ന മലം നിന്ന് ജീവിക്കുന്ന സുഡാനിയുണ്ട്. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ഹോട്ടലിന്റെ എച്ചിലുകൾക്കിടയിൽ നായക്കളുടെയും പന്നികളുടെ ഇടയിൽ ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. പട്ടിണി കിടന്ന് മരിക്കുന്നവരുണ്ട്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വീടില്ലാത്തവരുണ്ട്. അടിച്ചമർത്തപ്പെട്ട റോഹിംഗ്യൻ മുസ്ലിങ്ങളുണ്ട്. തീതുപ്പുന്ന ഗർജിക്കുന്ന ബോംബുകളേറ്റ് പിടഞ്ഞു മരിക്കുന്ന ഫലസ്തീനിലെ മക്കളുണ്ട്. പാവപ്പെട്ട നിരപരാധികളെ ഇഞ്ചിഞ്ചായി തകർത്തുകൊണ്ടിരിക്കുമ്പോ കാസർഗോഡ് ജില്ലയിലെ പ്രിയപ്പെട്ട ഉമ്മമാര് ഗൾഫിന്റെ പണത്തിന്റെ പളപളപ്പ് കൊണ്ട് എന്ത് താന്തോന്നിവാസവും ചെയ്യാമെന്ന് വിചാരിക്കല്ലേ. പിടിച്ചു കെട്ടോ ഉണ്ടെന്ന ചിന്ത കടന്നു വരുടെ സങ്കടം തോന്നുകയാണ്. എന്നിട്ടിത് സ്റ്റാറ്റസ് വെക്കാൻ മടിയില്ലാത്ത പെണ്ണ്, നാളെ നിന്റെ വീട്ടില് പട്ടിണി കിടന്നിട്ട് മറ്റുള്ളവന്റെ മുമ്പിൽ എരക്കണ്ട അവസ്ഥ എങ്ങാനും പടച്ചവൻ തന്നു കഴിഞ്ഞാൽ, ബർത്ത്ഡേയുടെ പേര് പറഞ്ഞുകൊണ്ട്, ആഘോഷത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് വലിയ വലിയ വിലപിടിപ്പുള്ള കേക്ക് വാങ്ങിക്കൊണ്ടുവന്ന് തിന്നുന്നതിന്റെ പകരം പെണ്ണ് ആണിന്റെയും ആണ് പെണ്ണിന്റെയോ മുഖത്ത് മുഴുവനും കേക്കുരച്ച് നഷ്ടപ്പെടുത്തുമ്പോ ഒരു വറ്റങ്ങാനും താഴെ വീണു പോയാൽ അതിന്റെ അഴുക്കള് വൃത്തിയാക്കി തിന്നണമെന്ന് പഠിപ്പിച്ച ലോകത്തിന്റെ നേതാവിന്റെ അനുയായികള് താന്തോന്നിവാസത്തിന്റെ വാക്താക്കളാവല്ലേ. മാരകമായ രോഗം കടന്നു വന്നിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. ആരാണ് ചോദിക്കാനുള്ളതെന്ന് തോന്നിപ്പോകരുത്. കാരണം 25 വയസ്സുകാരനാണ് അറ്റാക്കായി മരണപ്പെടുന്നത്. കണ്ടില്ലേ, ദിവസങ്ങൾക്ക് മുമ്പല്ലേ കോട്ടിക്കുളത്ത് വെച്ചുകൊണ്ട് യാസീൻ എന്ന പേരുള്ള നല്ല ഹൈറ്റും വെയിറ്റുമുള്ള നല്ല തടി വെച്ച ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനാണ്, കല്യാണം കഴിയാത്ത ചെറുപ്പക്കാരനാണ് നമ്മളിൽ നിന്ന് വിട
പറഞ്ഞു പോയത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ യാസീന്റെ മയ്യത്ത് നോക്കാൻ ഞാൻ പോയപ്പോൾ കുളിപ്പിക്കാൻ എടുത്തിരിക്കുകയാണ്. ചെറുപ്പക്കാരെ, നിങ്ങളൊന്ന് കേൾക്കണേ. ആ യാസീനെ കുളിപ്പിച്ച് കിടത്തിയപ്പോൾ അതേ മണവാളൻ ഫസ്റ്റ് നൈറ്റ് സ്വന്തം ഭാര്യയുടെ അതേ അറയിൽ കിടക്കുന്നത് പോലെ, സുഖസുന്ദരമായി കിടന്നുറങ്ങുന്നത് പോലെ യാസീൻ ഉറങ്ങുകയാണ്. ഒരൊറ്റൊരു മുടി പോലും നരച്ചിട്ടില്ല, ഒരു താടി രോമം പോലും നരച്ചിട്ടില്ല, മുഖത്ത് ചുളിവ് വന്നിട്ടില്ല, വെയിറ്റ് കുറവില്ല. പൊന്നുമോൻ യാസീനെ എന്ന് വിളിച്ചാൽ എഴുന്നേൽക്കുമോ എന്നെനിക്ക് തോന്നിപ്പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതേ ഗൾഫ് രാജ്യത്ത് നല്ല ജോലി ഉണ്ടായിരുന്ന, നല്ല അച്ചടക്കമുള്ള സൈലന്റായ യാസീൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ മയ്യത്ത് കിടത്തിയിരിക്കുന്നത് ആ ശരീരം കോട്ടിക്കുളം ഖബർസ്ഥാനിലുണ്ട്. അങ്ങനത്തെ എത്ര ചെറുപ്പക്കാരാണ് അവിടെ കിടക്കുന്നുള്ളത്. ഒരൊറ്റ നിമിഷം മതി എന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് എല്ലാം തകരാൻ. കാണുന്നില്ലേ നിങ്ങൾ ഡയാലിസ് ചെയ്യുന്ന ചെറുപ്പക്കാരെ കാണുന്നില്ലേ? കോട്ടിക്കുളം സ്വലാത്തിന്റെ മജ്ലിസിലേക്ക് പല ഡയാലിസ് രോഗികളും കടന്നു വരാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4 മണിക്കൂർ നേരമാണ് കിടക്കുന്നത്. നിന്റെ ശരീരത്തിന്റെ അകത്തുള്ള ബ്ലഡ് എടുക്കുകയാണ്, വലിയ മെഷീൻ കൊണ്ടുവന്നിട്ട് ബ്ലഡ് എടുക്കുകയാണ്. എന്നിട്ട് ആ ബ്ലഡ് ശുദ്ധീകരിച്ച് വീണ്ടും നിന്റെ ശരീരത്തിലേക്ക് കയറ്റിയാൽ ഒരൊറ്റ ദിവസമാണ് നിനക്ക് ആ ബ്ലഡ് കൊണ്ട് ജീവിക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം പിന്നെയും നീ ഡയാലിസ് ചെയ്യാൻ പോകണോ? 4 മണിക്കൂർ ശരീരത്തെ ഒതുക്കി കൊടുക്കണോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദുനിയാവിലേക്ക് വന്നത് മുതൽ ഈ പ്രസംഗിക്കുന്ന സമയത്തോ, ഈ പ്രസംഗം കേൾക്കുന്ന സമയത്തോ, ഈ സദസ്സിൽ വെച്ച് പടച്ച തമ്പുരാനെ ഓർക്കുന്ന സമയത്തോ അല്ലാഹു നിന്റെ കിഡ്നി ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കുകയാണ്. ഒരൊറ്റ ഡയാലിസ് സെന്ററിലേക്കും പോകേണ്ടി വരുന്നില്ല, വലിയൊരു മെഷീൻ വെക്കേണ്ടി വരുന്നില്ല, ഒരു ഫിസ്റ്റുലയും കയറ്റേണ്ടി വരുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവര്, ഒരു ക്രിയാറ്റീനും നമ്മളെ ശല്യപ്പെടുത്തുന്നില്ല. ഈ ദുനിയാവിലേക്ക് വന്നത് മുതൽ ഇതുവരെ നമ്മുടെ കിഡ്നി വർക്ക് ചെയ്യുകയാണ്, ഉറക്കിൽ വർക്ക് ചെയ്യുന്നു, ഉണർവിൽ വർക്ക് ചെയ്യുന്നു. നീ എന്ത് തമ്മാടിത്തം ചെയ്യുമ്പോൾ ആ കിഡ്നി വർക്ക് ചെയ്യുന്നുണ്ട് പ്രിയപ്പെട്ട മുഅ്മിന്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, പടച്ചവനെ മറക്കല്ലോ. ഈ ദുനിയാവെന്ന് വിട പറയാനുള്ളതാണ്. എത്ര വലിയ സൗന്ദര്യമുള്ളവനായാലും ഉള്ളവളായാലും ഒരു നാള് നിന്റെ വീട്ടിൽ നിന്ന് എടുക്കണ്ടേ മയ്യത്ത്. നിന്റെ മക്കൾ അതേ യതീമാവുകയാണ്, നിന്റെ വീട്ടിലെ നാഥൻ നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ സംസാരം നീട്ടുകയല്ല. അതേ മഹാനായ മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഈമാൻ സലാമത്തായാൽ മതി. എന്തുകൊണ്ടാണ് ആ മഹാൻ അങ്ങനെ പറഞ്ഞതെന്നറിയോ? ഒരാളുടെ മരണം ആസന്നമായി കഴിഞ്ഞാൽ, ഒരാളുടെ മരണം അടുത്തു കഴിഞ്ഞാൽ അവന്റെ കാര്യങ്ങൾ 5 ആളുകൾക്ക് ഓഹരി ചെയ്യപ്പെടുകയാണ്. കേൾക്കണേ, ഒരാളുടെ മരണം ആസന്നമായാൽ 5 കാര്യങ്ങൾ, ഒരാളുടെ മരണം ആസന്നമായാൽ അവന്റെ 5 കാര്യങ്ങൾ ആളുകൾക്ക് ഓഹരി ചെയ്യപ്പെടുന്നതാണ്. 1, സമ്പത്ത് അനന്തരാവകാശികൾക്ക്, അൽ മാലു ലിൽ വറസ, സമ്പത്ത് അനന്തരാവകാശികൾക്ക് നൽകുകയാണ് അല്ലേ. 2ാമത്തത് അർറൂഹു ലിൽ മലക്ക്, ആത്മാവിന് മലക്കിന് നൽകുകയാണ്. ഒരാൾ മരിക്കുകയാണെങ്കിൽ അവന്റെ സമ്പത്തിന്റെ അവകാശി അനന്തരാവകാശികളായി ആത്മാവിന് മലക്കിന് നൽകുകയാണ്. 3ാമത്തത് അല്ലഹ്മു ലിൽ ദൂദ്, അവന്റെ ശരീരത്തെ പുഴുക്കൾക്ക് നൽകുകയാണ്, ഓഹരി വെക്കുകയാണ്. ഒരു മനുഷ്യൻ മരിക്കലോടുകൂടെ എന്റെ പ്രിയപ്പെട്ടവര്, അല്ലെങ്കിൽ മരണത്തിലേക്ക് ഒരുങ്ങുതുങ്ങലോടുകൂടെ ഓഹരി വെക്കാൻ തുടങ്ങി. അവന്റെ സമ്പത്ത് അത് അനന്തരാവകാശികൾക്ക്, മക്കൾക്ക്, എന്റെ പ്രിയപ്പെട്ടതുപോലെ മറ്റു വാരിസീങ്ങൾക്ക്. 2ാമത്തത് അതേ അവന്റെ റൂഹിനെ മലക്കിന് കൊടുക്കുകയാണ്, അവന്റെ മാംസത്തെ പുഴുക്കൾക്ക് കൊടുക്കുകയാണ്. വൽ ഹസനാതു ലിൽ ഹുസമാ,
ചെയ്ത നന്മകളോ അത് അക്രമം ചെയ്തവൻ ഓഹരി വെച്ച് കൊടുക്കുകയാണ്. അതെ, നീ ആരെയാണോ ഗീബത്ത് പറഞ്ഞത്, ആരെയാണോ നമീബത്ത് പറഞ്ഞത് കൊടുക്കുകയാണ്. പിന്നെയോ എന്റെ പ്രിയപ്പെട്ടവര്, വശൈത്താനു ലിസലബിൽ ഈമാൻ, എല്ലാം ഓഹരി വെച്ച് കൊടുത്തപ്പോൾ പിശാച് ഈമാനിനെ ഊരിയെടുക്കുകയാണ്. പിശാചന്റെ ഈമാൻ കൊണ്ടുപോകാതിരുന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് മഹാനായ മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു എപ്പോഴും പടച്ചവനോട് ദുആ ചെയ്തത് അതായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിക്കുകയാണ്, ഈമാൻ ഊരപ്പെടാൻ കാരണമാകുന്ന ഏത് പാപമാണ് ഞാൻ കൂടുതൽ ഭയപ്പെടേണ്ടത്? ഈമാനില്ലാതെ മരിക്കാൻ കാരണമാകുന്ന ഏത് കാര്യമാണ് ഞാൻ ഭയപ്പെടേണ്ടത്? അയ്യുദംബിൻ അഖൂഫ് ബിസൽബിൽ ഈമാൻ, ഈമാൻ ഊരപ്പെടാൻ കാരണമാകുന്നത് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് തർക്കു ശുക്രി അലൽ ഈമാൻ, പടച്ചവൻ ഈമാൻ തന്നതിന്റെ പേരില്, അല്ലാഹു ഈമാൻ തന്നതിന്റെ പേരില് റബ്ബിനോട് നന്ദി ചെയ്യാത്തവനാണ്, അല്ലാഹുവിന് നന്ദി ചെയ്യാത്തവനാണ്. ഭക്ഷണം കഴിച്ചിട്ട് അൽഹംദുലില്ല പറയാത്തവന്, സമ്പത്തുണ്ടായിട്ട് അത് കൊടുക്കാത്തവന്, അല്ലാഹുവിന് നിസ്കാരം കൊടുക്കാത്തവന്, നോമ്പ് നോക്കാത്തവന്, സകാത്ത് കൊടുക്കാത്തവന്, അയ്യുദംബിൻ അഖൂഫ് ബിസൽബിൽ ഈമാൻ തർക്കു ശുക്രി അലൽ ഈമാൻ. പടച്ചവൻ നല്ലൊരു ഈമാൻ നൽകിയിട്ട് നന്ദിയില്ലാത്തവനായി മാറല്ലേ. രണ്ടാമത്തത് വതർക്കു ഖൗഫിൽ ഖാതിമ, പടച്ചോനെ എന്റെ അവസാനം എങ്ങനെ ആയിരിക്കുമോ അല്ലാഹ്. എത്രയോ ആളുകൾ ഈമാൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടല്ലോ. ആ നമുക്കില്ലെങ്കിലോ ഈമാൻ ഊരിപ്പോകാൻ സാധ്യതയുണ്ട്. അല്ലാഹു ഈമാൻ തന്നതിന്റെ പേരില് നന്ദി ചെയ്തിട്ടില്ലെങ്കിൽ ഈമാൻ ഊരാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തത് വദുൽമുൽ ഇബാദ്, അടിമകളോട് അക്രമം കാണിച്ചവരാണ്, അടിമകളോട് അക്രമം കാണിച്ചവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഏറ്റവും വലുത് ഈമാനാണ്. ആ ഈമാനിനെ മുറുകെ പിടിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. പടച്ചവൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഉറക്കെ പറയൂ, നബി മുഹമ്മദ് മുസ്തഫ. ഈ സദസ്സിൽ വെച്ച് പറയണേ, നബി മുഹമ്മദ് മുസ്തഫ, കാരുണ്യത്തിന്റെ കേദാരമേ നബി മുഹമ്മദ് മുസ്തഫ. ഈ സദസ്സിൽ വെച്ച് ഓർക്കണേ മരണത്തെ കുറിച്ച്, ഈ സദസ്സിൽ വെച്ച് ഓർക്കണേ വീട്ടിൽ കഫംപട കൊണ്ടുവരുന്നത്, ഈ സദസ്സിൽ വെച്ച് ഓർക്കണേ നാളെ മരിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട പെണ്ണുങ്ങളെ കയ്യിലുള്ള മോതിരം മൂരിയെടുക്കാൻ ആളുകളുണ്ടാകും. അതേ, നിന്റെ കയ്യിൽ ടൈറ്റായ മോതിരമുണ്ടല്ലോ, അത് കത്രിക കൊണ്ടുവന്ന് പൊട്ടിക്കാൻ ആളുകളുണ്ടാകും. നിന്റെ സമ്പത്തിന്റെ പേരിൽ തർക്കിക്കാൻ ആളുകളുണ്ടാകും. അതുകൊണ്ട് ഈ സദസ്സിൽ വെച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയട്ടെ, നാളെ ഖബറിൽ പോയി കിടക്കുമ്പോ പടച്ച തമ്പുരാനേ, ഞങ്ങളെ നാട്ടിലെ പള്ളിയുടെ പ്രവർത്തനത്തിന് ഈ പള്ളിയൊന്ന് പൂർത്തിയായി കണ്ടോ, ഈ പള്ളി പൂർത്തിയായി കണ്ടോ, ഈ മനോഹരമാകാൻ പോകുന്ന പള്ളി കണ്ടിട്ട് എന്നെ മരിപ്പിച്ചാൽ മതിയെന്ന് ചിന്തിക്കുന്ന കണ്ണംകുളത്തെ പെണ്ണുങ്ങളെ, എന്ത് ചോദിച്ചാലും അസ്റഫി ഉസ്താദിന്റെ കയ്യിൽ കൊണ്ടിത്തരുന്ന പെണ്ണുങ്ങളാണെന്ന് എനിക്കറിയാം. എത്രയോ സലാത്ത് പറഞ്ഞ പെണ്ണുങ്ങളാണ്. പല പ്രയാസങ്ങൾ വരുമ്പോൾ ഫോൺ വിളിച്ചിട്ട് പരിഹാരത്തിന്റെ മാർഗം ചോദിക്കുന്നവരോട്, നിങ്ങളോട് ഞാൻ എന്റെ മോളെ കെട്ടിക്കാരോ എന്റെ പെങ്ങളെ കെട്ടിക്കാരോ പണം ചോദിച്ചിട്ടില്ല. എന്റെ വീട് പണി നടക്കുന്ന നിങ്ങൾ എനിക്ക് കാശ് തരണമെന്ന് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിലാണ്, എന്നെ നിങ്ങൾ സഹായിക്കുമോ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങളെ നാട്ടിൽ വന്നിട്ട് ഞാൻ നിങ്ങളോട് ഇരക്കുകയാണ്. ഉമ്മമാരെ, ഈ
സദസ്സിൽ വെച്ച് നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഈ സദസ്സിൽ വെച്ച് ഏതെങ്കിലും ഒരു ഉമ്മ ഉസ്താദേ ഞാൻ എൻ്റെ കയ്യിൽ കിടക്കുന്ന, ഞാൻ എൻ്റെ കാലിൽ കിടക്കുന്ന, അത് എത്ര ചെറുതായാലും ശരി, പൊട്ടിപ്പൊളിഞ്ഞതായാലും ശരി, അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി ഉസ്താദ് ഞാൻ സ്വർണം തരാമെന്ന് മനസ്സ് വെച്ചുകൊണ്ട് ഈ സദസ്സിലേതെങ്കിലും പെണ്ണുങ്ങള് വാക്ക് തന്നാൽ, പ്രിയപ്പെട്ടവരെ, എന്റെ ദുആയിൽ നിങ്ങൾ ഉണ്ടാകും കേട്ടോ. ഒരുപാട് മജ്ലിസുകളിൽ ദുആക്ക് നേതൃത്വം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നതാണ്. ഈ മസ്ജിദിന്റെ ചാരത്തെ ഖബറിലല്ലേ കിടക്കേണ്ടത്? കണ്ടില്ലേ, 400 വർഷക്കാലം പടച്ച തമ്പുരാന്റെ മണ്ണിൽ കിടന്നിട്ട് ഹുബ്ലിയിൽ ഖാദിരി എന്ന് പറയുന്ന അല്ലാഹുവിന്റെ വലിയ ഒരു സൂഫിയായ മനുഷ്യന് 400 കൊല്ലം ഖബറിൽ കിടന്നിട്ട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ഒന്ന് ചിന്തിക്കണേ. 400 വർഷം കിടന്നിട്ട് കഫം പുടക്ക് പോലും മണ്ണേറ്റിട്ടില്ല. കണ്ടില്ലേ നിങ്ങള്, നമ്മുടെ തൊട്ടടുത്തുള്ള മവ്വലെന്ന് പറയുന്ന സ്ഥലത്ത് പലപ്പോഴും ഞാൻ അവിടെ ഉറൂസിന് വാതിന് പോയിട്ടുണ്ട്. ആ മവ്വലിലെ പള്ളിയുടെ വികസനത്തിന് വേണ്ടിയിട്ട് കുടിക്കുമ്പോഴല്ലേ ഒരു സാധുവായ മനുഷ്യന്റെ ഖബറ്, വർഷങ്ങൾ എത്രയോ കഴിഞ്ഞൊരു മനുഷ്യന്റെ ഖബറ്, ആ ഖബറ് തുറന്നപ്പോഴല്ലേ സുബ്ഹാനല്ലാഹ് കഫം പുടക്ക് പോലും പോറലില്ലാതെ ആ മനുഷ്യന്റെ മകൻ എൻ്റെ അടുത്ത് വന്നിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ എന്റെ ബാപ്പയുടെ മയ്യത്ത് ഞാൻ കാണാത്ത വിഷമമുണ്ടായിരുന്നു. ഞാൻ ഗൾഫിലുള്ള സമയത്താണ് എന്റെ ബാപ്പ മരണപ്പെട്ടു പോയത്. എന്റെ ഉപ്പാന്റെ മുഖം ഞാൻ കണ്ടിട്ടില്ല. അവസാനമായിട്ട് എന്റെ ഉപ്പാന്റെ മുഖത്ത് ഒരു ചുംബനം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ആ പ്രയാസത്തിലായിരുന്നു. പക്ഷേ ഞാൻ ഗൾഫ് മതിയാക്കി ഇവിടെ താമസിക്കുന്ന സമയത്താണ് ഒരു ഖബറിന്റെ അകത്ത് നിന്നൊരു മനുഷ്യനെ കണ്ടത്. അത് എന്റെ ബാപ്പയാണ്. എത്രയോ വർഷം കഴിഞ്ഞിട്ട് എന്റെ ഉപ്പാന്റെ മുഖം എനിക്ക് കാണാൻ കഴിഞ്ഞു. എന്നോട് നേരിട്ട് പറഞ്ഞതാണ്, ആ മനുഷ്യൻ ചെയ്ത നന്മ എന്തെന്നറിയോ? ആ മനുഷ്യൻ ഒരുപാട് നിസ്കരിച്ചതല്ല, ഒരുപാട് നോമ്പ് നോറ്റതല്ല. ആ മനുഷ്യൻ സദഖ ചെയ്യുന്ന മനുഷ്യനായിരുന്നു, പാവങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന മനുഷ്യനായിരുന്നു. സദഖ ചെയ്യുന്നവരെ പോലും മണ്ണ് തൊടില്ല. ഈ മനാർ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കണ്ണംകുളം മനാറുൽ ഇസ്ലാം, ഈ കണ്ണംകുളം ജുമാ മസ്ജിദിന്റെ ചാരത്തുള്ള ഖബർസ്ഥാനിൽ കിടക്കുമ്പോ ഉമ്മമാരെ, നിങ്ങൾ ഈ പള്ളിക്ക് വേണ്ടി സ്വർണം കൊടുത്താൽ, അതേ നിങ്ങൾ ഈ പള്ളി നിലനിൽക്കുമ്പോൾ അതിന്റെ കൂലി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതാണ്, നിങ്ങളുടെ പ്രയാസങ്ങൾ തീരുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്റെ പ്രിയപ്പെട്ടവരെ, പേര് പറയാൻ ആഗ്രഹിക്കാത്തൊരു സ്ത്രീയുടെ സംഭാവന, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, 3001 രൂപയോ 2 സ്വർണ്ണാഭരണങ്ങളോ നൽകിയിരിക്കുകയാണ്. അല്ലാഹുവേ കബൂലാക്കണേ അല്ലാ. ഒന്ന് മനസ്സ് തുറന്നുകൊണ്ട് ആമീൻ പറയണേ. കബൂലാക്കണേ അല്ലാ. ഈ സദസ്സിൽ നിന്ന് പോകുമ്പോ പടച്ചോനെ ഓർത്തിട്ട് കരഞ്ഞു പോകാതെ നമുക്ക് കഴിയണം. കൽബിന്റെ അകത്ത് അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത കടന്നു വരണം. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതമാക്കാൻ കഴിയണം. ഏത് റിബിലിസത്തിന്റെ ആളുകളും, ഏത് നിരീശ്വരവാദികളും, ഏത് യുക്തിവാദികളും കടന്നു വന്നാലും അല്ലാഹുവിന്റെ ദീനാണ് എനിക്ക് വലുതെന്ന് പറയാൻ ഈ സദസ്സിലൂടെ നമുക്ക് കഴിയണം. ഉമ്മമാരെ, ഒന്ന് മനസ്സ് വെച്ചുകൊണ്ട് പറയണേ ഒരു 3 സ്വലാത്ത് സല്ലല്ലാഹു